പ്രൈസ് ദി ലോർഡ്. മുഴുവൻ സഭകളും ദൈവസഭയെന്ന് അവകാശപ്പെടുന്ന ഭൂമിയിലെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ സഭകൾ പഠിപ്പിക്കുന്ന മറ്റൊരു തെറ്റുകൂടെ പറയുകയാണ്. ധാരാളം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ വാട്സാപ്പിൽ വന്നാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ദൈവസഭയോടും ദൈവവചനത്തോടും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ. നിത്യ നരകമുണ്ടെന്നും നിത്യശിക്ഷയുണ്ടെന്നും നിത്യദണ്ഡനമുണ്ടെന്നും ഇവരെല്ലാം പഠിപ്പിക്കുന്നു. ശുദ്ധ ഭോഷ്കാണ്. ഒരു പക്ഷേ പഴയ നിയമകാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കർത്താവിനെ രൂപാന്തരപ്പെടുത്തി, വചനത്തെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതാണ് നാം വിശ്വസിക്കേണ്ടത്. എബ്രായ ലേഖനം 6:1-2 വായിച്ചു നോക്കുക. 2. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടരുത്. സ്നാനങ്ങളെക്കുറിച്ച് പഴയ നിയമത്തിൽ പലതരം സ്നാനം ഉണ്ടായിരുന്നു. പുതിയ നിയമസഭയിൽ ഒരൊറ്റ സ്നാനം, കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഒറ്റ സ്നാനം. വേറെ അടിസ്ഥാനം ഇടാൻ പാടില്ല. മുഴുവൻ സഭകളും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അതല്ല അടിസ്ഥാനം. കർത്താവായ യേശു ക്രിസ്തു എന്ന പാറമേലാണ് ദൈവസഭ പണിയാനുള്ളത്. ഇവിടെ നോക്കൂ, നിത്യശിക്ഷാവിധി, എബ്രായ ലേഖനം 6:2. നിത്യശിക്ഷാവിധി എന്ന അടിസ്ഥാനം പിന്നെയും ഇടരുത്. പിന്നെ ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനങ്ങൾ വിട്ട്, ആദ്യം നിഴലാണ്, എന്താണെന്ന് അറിയില്ല, നിഴൽ കണ്ടാൽ അതാ പൊരുൾ വന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ. ഇപ്പം നിത്യശിക്ഷയുണ്ട്, നിത്യദണ്ഡനം ഉണ്ടെങ്കിൽ ഒരുവനെ നരകത്തിലിട്ടാൽ നിത്യകാലം അവൻ ദണ്ഡനം അല്ലെങ്കിൽ അവിടുത്തെ വേദന അനുഭവിക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവണം. അപ്പം നിത്യകാലവും ദണ്ഡനം അനുഭവിക്കണമെങ്കിൽ നിത്യജീവൻ ഉണ്ടായിരിക്കണം. നിത്യവും ജീവനുള്ള ഒരുവനെ നരകത്തിലിടില്ല, കർത്താവ് കൊണ്ടുപോകും. അപ്പം നിത്യ നരകമെന്ന് പറഞ്ഞ ഒന്നില്ല. പഴയ നിയമത്തെ നോക്കി അറിയാം, ദൈവത്തെ ധിക്കരിക്കുന്ന ദൂതന്മാരെ ഇടുന്നതിനാണ് നരകം ഉണ്ടാകിയത്. അവസാനം ഇതിനെ നരകത്തെയും പാതാളത്തെയും കത്തുന്ന ഗന്ധത്തും തീപ്പൊയ്യിലിട്ട് നശിപ്പിക്കുന്നു എന്നേക്കുമായി. അപ്പം നിത്യതയെങ്കിൽ ആരംഭവും അവസാനവും ഇല്ലാത്തതാണ്. നശിപ്പിക്കുന്നില്ല, തുടക്കവുമില്ല. പക്ഷെ നരകത്തിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. അവിടെ ഇടുന്നവർ നോക്കി, ഇപ്പം തന്നെ ഈ ദണ്ഡനം അനുഭവിക്കേണ്ട എത്രയോ പേര് നിദ്രയിലായിരിക്കുന്നു, ഇപ്പം ജീവിച്ചിരിക്കുന്നു. ഇനി ജീവിച്ചു വരേണ്ട ആൾക്കാരുണ്ടാവും. അവർ നിത്യം അവിടെ കിടക്കുന്നില്ലല്ലോ. അപ്പം നിത്യദണ്ഡനം, നിത്യശിക്ഷാവിധി എന്നൊന്നില്ല. നിത്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആരംഭവും അവസാനവും ഇല്ലാത്തത്. മനസ്സിലായോ? നിത്യവും ശിക്ഷ അനുഭവിക്കണമെങ്കിൽ, വേദന അനുഭവിക്കണമെങ്കിൽ അവന് ജീവൻ ഉണ്ടായിരിക്കണം. ജീവനില്ലാത്തവർ അവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. വേദന അനുഭവിക്കണമെങ്കിൽ ജീവൻ ഉണ്ടാവണം. നിത്യജീവൻ പ്രാപിച്ചവന് സ്വർഗത്തിൽ പോകും, അവനെ ദണ്ഡനത്തിൽ ഏൽപ്പിക്കുകയില്ല. അപ്പോൾ ഈ സഭകൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ്. വാക്കുകൾ ഉപയോഗിച്ചിട്ടും ഇത്രയും കാലം പഠിപ്പിച്ചിട്ടും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഒരു കുത്തെങ്കിലും കൊടുക്കില്ലേ, ഓർമ്മപ്പെടുത്തില്ലേ? അപ്പോൾ ജാരസന്തതികൾക്ക് അവരുടെയന്മാരൊന്നല്ലേ വചനം പറയുന്നത് പറയാൻ പറ്റുള്ളൂ. യോഹന്നാൻ 8:47 വായിച്ചു നോക്കുക. ആരാണ് ദൈവവചനം കേൾക്കുന്നതെന്ന്. അപ്പോൾ തെറ്റായ ഉപദേശത്തോട് ചേർന്ന് നിൽക്കാതെ ശരിയായതിനോട് നിൽക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.